കണ്ടും കേട്ടും അനുഭവിച്ചു മറഞ്ഞ ഒരു തലമുറയുടെ മാരാമൺ ഓർമ്മകൾ. പിന്നാമ്പുറങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് തെന്നിമാറുമ്പോഴും നമ്മെ ഒരിക്കലൂടെ ആ വഴിയിലൂടെ കൈപിടിച്ച് നടത്തുവാൻ ചില ഓർമ്മ പുസ്തകങ്ങൾ നമ്മുടെ മുൻപിൽ ചിലർ തുറന്നു വെക്കുന്നു. മാരാമൺ ഡയറീസ്, മാർത്തോമ വിഷനിലൂടെ. നമസ്കാരം. മാർത്തോമ വിഷനിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. മാരാമൺ കൺവെൻഷന്റെ അരങ്ങുണരുകയാണ്. ഈ മണൽപ്പുറത്ത് നിന്ന് അലയടിച്ചുയർന്ന ഗാനങ്ങൾ ക്രൈസ്തവ ഗാനശാഖയ്ക്ക് നൽകിയിട്ടുള്ള വലിയ സംഭാവനകളെക്കുറിച്ച് സജീവമായ ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമുക്കൊപ്പം 3 വിശിഷ്ട അതിഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ബാബു കോടമ്പേലി, പ്രിയപ്പെട്ട ശ്രീ സെന്നു തോമസ്, പ്രിയപ്പെട്ട ശ്രീ ജീവൻ കെ ബാബു എന്നിവരാണ് ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ളത്. സ്വാഗതം. മാരാമൺ കൺവെൻഷനിൽ നിന്ന് അലയടിച്ചുയർന്ന ഗാനങ്ങളെ നമുക്കൊന്ന് ഓർത്തെടുത്താലോ? തീർച്ചയായിട്ടും. എത്ര ഗാനങ്ങൾ അല്ലേ സാർ? എത്ര മനോഹരമായ ഗാനങ്ങളാണ്. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. മാരാമൺ മണപ്പുറത്തുണ്ടായ ഗാനങ്ങൾ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ക്രൈസ്തവ സമൂഹത്തിലെ തന്നെ വലിയ ആഘോഷമാണ് ഈ പാട്ടുകൾ. കാരണം നമ്മുടെ ആരാധന ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അത്രമാത്രം പാട്ടാണ്. നമ്മുടെ ഒരു വിശ്വാസത്തെ തന്നെ അവതരിപ്പിക്കാനുള്ള. വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്നൊരു പാട്ട് ഓടി വരും. കൃപയേറും കർത്താവിലൻ വിശ്വാസം, അതിനാൽ ഹൃദയെന്തു നല്ല ആശ്വാസം. ദുരിതങ്ങൾ നിറയുമീ ഭൂവാസം, കൃപയാൽ മനോഹരമായി. കൃപയൊന്നാശ്രയമായി, കൃപയൊന്നൻ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപമതിയെന്നാളും. ക്രൈസ്തവ ജീവിതത്തിൽ അല്ലെ ക്രൈസ്തവ വിശ്വാസത്തെ സ്ഥിരം നവീകരിച്ചുകൊണ്ടിരിക്കുക എന്ന പാട്ടുകളായതല്ല. അതിന് വലിയ വലിയ ആഴമായ ദൈവശാസ്ത്ര ധാരണകളൊന്നും വേണമെന്നില്ല ഈ പാട്ടുകൾക്ക് പലതിനും. ഉദാഹരണമായിട്ട് നമ്മുടെ ഒരു പാട്ടുണ്ട്, പേറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കായെന്ന വാർത്തയാ. അതിനകത്തെ വരികൾക്കകത്തെ പെറ്റ തള്ള എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു സാഹിത്യ വാക്കൊന്നുമല്ല. അതുപോലെ തന്നെ അതിനകത്ത് ഒരു സ്റ്റാൻസറിൽ വരികയാണ്, ഘോര ഭയങ്കര കാറ്റുമലയും കൊടിയതായി വരും നേരത്തിൽ. നമ്മുടെയൊക്കെ ഒരു ശൈശവബാല്യ കാലത്ത് നമ്മളെ ആകർഷിച്ച പാട്ടുകൾ. സത്യത്തിൽ സാറ് മാരാമൺ മനുഷ്യൻ വരുമ്പോൾ തന്നെ എൻ്റെ ഒരു മാരാമൺ മനുഷ്യനിലേക്ക് എന്നെ ആകർഷിക്കുന്നത് പ്രധാന പാട്ടാണ്. ഈ പാട്ടുകൾ കേൾക്കാനാണ് അസം നമ്മൾ വന്നുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ എല്ലാ പ്രേക്ഷകരും അവിടെ വരുന്ന എല്ലാവർക്കും പാട്ട് മിസ് ചെയ്തെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ? ഒരു നമ്മുടെ മറ്റ് സഭകൾ, ഒരുപാട് സഭകളുണ്ടല്ലോ, ആ സഭകളുടെ കൂടിവരവുകൾ കൂട്ടായ്മകളിൽ പോലും ഏറ്റവും കൂടുതൽ ആലപിക്കപ്പെടുന്ന പാട്ടുകൾ മാരാമൺ കൺവെൻഷനിൽ ഉയർന്നു വന്ന പാട്ടുകളാണ്. ഉദാഹരണം സാറേ ഇപ്പൊ കേട്ടോട്ടെ, പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കും തോറും രമ്യം. ആരുടെ പാട്ടാണെന്ന് അറിയത്തില്ല, പക്ഷേ എല്ലാ സഭകളുടെയും ഈ കൂട്ടായ്മകളെ സജീവമാക്കുന്ന എത്രമാത്രം പാട്ടുകളാണ്. അതുപോലെ എവിടെ ഒരു പ്രാർത്ഥന നടന്നാലും ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ ആദ്യം ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്, തീർച്ചയായിട്ടും അവൻ വഴികളെ ഞാൻ അറിഞ്ഞ്, അതുപോലെ അനുഗമി ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ,
നാവിനാൽ അവനെ നാം ഘോഷിക്കാം. അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും സാറേ, പാട്ടുകളിലൊക്കെ ഈ നമ്മുടെ ഒരു വിശ്വാസ പ്രഖ്യാപനമുണ്ട്. അത് തന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഈ സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ ഈ പാട്ടുകൾ, ഇപ്പം അനുതാപം, പല പല കാറ്റഗറിയിലുള്ള പാട്ടുകൾ, അതെ അതെ, പ്രത്യേകിച്ച് കൂട്ടായ്മകളുടെ പാട്ടുകൾ, എല്ലാം എല്ലാവരെയും ഒന്നിച്ച് ഉൾക്കൊള്ളുന്ന പാട്ടുകൾ, അങ്ങനെ അനവധി ദൈവസ്നേഹത്തെ കുറിച്ചുള്ള പാട്ടുകൾ, പല ഘട്ടങ്ങളായിട്ട് പാട്ടുകളെ തരംതിരിച്ച് നമുക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പാട്ടുകളെ വിലയിരുത്തുമ്പോൾ പാട്ടിന് 3 ഘടകങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒന്ന്, ഈ പാട്ട് എഴുതിയ ആളിന്റെ ഒരു അനുഭവത്തിൽ നിന്ന് സ്ഫുടം ചെയ്തിട്ടുള്ള വാക്കുകൾ, ആ വാക്കുകൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഈണം, അത് 3ഉം കൂടെ ചേരുമ്പോഴാണ്, അനുഭവങ്ങളും രചനയും അതിന്റെ ഈണവും കൂടെ ഒരുപോലെ ചേരുമ്പോഴാണ് മനോഹരമായ ഗാനങ്ങൾ ഉണ്ടാകുന്നതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ക്രൈസ്തവ ഭക്തി ഗാനങ്ങൾ പലതും അങ്ങനെ വളരെ ഹൃദ്യമായ ഒരു ചേർച്ചയുള്ള പാട്ടുകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ക്രൈസ്തവ ഏത് ഇൻ്റർവ്യൂവിനും കൊച്ചു ഉപദേശിയെ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ, ഞാൻ വീക്ഷിച്ചിടത്തോളം ഏറ്റവും വലിയ രചയിതാവും ഏറ്റവും വലിയ സംഗീതജ്ഞനും അദ്ദേഹം തന്നെയാണെന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം അന്നത്തെ കാലത്ത് ഈ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ചുവട് പിടിച്ച് പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു മഹാപണ്ഡിതനാണ് അദ്ദേഹം. എത്ര പാട്ടുകൾ. അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ജീവിതവുമായി ബന്ധപ്പെടുത്തിയ സാറ് പറഞ്ഞപ്പോൾ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. എന്തൊരു പ്രത്യേകതയുള്ള പാട്ടാണ്. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. എത്ര മനോഹരമായ വരികൾ. അതുപോലെ ഒന്നുമില്ലായ്മയിൽ നിന്നെ, ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. സാറേ, അതുകൊണ്ട് ഈ പാട്ടെഴുത്തുകാരെന്ന് പറയുന്നത് തന്നെ സാറ് പറഞ്ഞ പോലെ അനുഭവമുണ്ട്. പക്ഷെ ഈ അനുഭവങ്ങൾ ഒരു കമ്മ്യൂണിറ്റി അങ്ങ് ഏറ്റെടുക്കുകയാണ് ഈ പാട്ട്. അതുകൊണ്ട് ഈ പാട്ടിന് അങ്ങനെ ജീവൻ ഉണ്ടാകുന്നത്. പാട്ടുകാരൻ എഴുതി ഈണം നൽകി, പക്ഷെ അതിന് എത്രയോ വലിയ വലിയ വിധാനങ്ങളിലേക്ക് ഈ പാട്ട് പോകുന്നത്. ഉദാഹരണമായിട്ട് തിരുക്കരത്താൽ വഹിച്ചു എന്നുള്ള പാട്ട്. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഗീതം പോ നടത്തണമേ, കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. നമ്മുടെ ജെ.വി. പീറ്റർ സാർ എഴുതിയ പാട്ടാണ്. പക്ഷെ അതിൻ്റെ ഒരു ആഴം, കുശവന്റെ കയ്യിൽ അനുദിനം പണിയാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ എന്തോ ഒരു ഭാവനയാണ്. ആ ഒരാൾ എഴുതുകയാണെങ്കിൽ പോലും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഹൃദയം കൊണ്ട് ഈ പാട്ട് പാടുന്നത്. അതാണ് ഈ പാട്ടിൻ്റെ ഒരു മൂല്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പല പാട്ടുകളും ഈ കൺവെൻഷൻ ഉണ്ടായ പാട്ടാണെന്ന് പോലും ഒരു പൊതുസമൂഹത്തിന് അറിയില്ല. അറിയാതെ തന്നെ നമുക്ക് പാടുക. ആരുടെ പാട്ടാണെന്ന് നമ്മുടെ വിശ്വാസമായി നമ്മുടെ അനുഭവമായി ചേർന്ന് നിൽക്കുന്ന പാട്ടുകളൊന്നും പോക്കുക. അതുപോലെ സമൂഹത്തിന് വലിയൊരു ആഹ്വാനം കൊടുക്കുന്ന ഒരു പാട്ടാണ് ജീവിതയാത്രക്കാർ. സത്യത്തിൽ ജീവിതയാത്രക്കാരാ കാലടികളെങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്. നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്.
ഇടയ്ക്ക് ഇത് പറഞ്ഞു വരുമ്പോൾ പല പാട്ടുകൾ ഓർമ്മയായിരുന്നു. നമ്മുടെ ബി മാത്യൂസിൻ്റെ ഒരു പാട്ടുണ്ട്, അസൽ വളരെ വിപ്ലവകരമായ ഒരു പാട്ടാണ്. ഓർമ്മയുണ്ടോ സാറിന്? ക്രിസ്തുയേശുവിൻ സ്വാതന്ത്ര്യം മുഴക്കിടുവാൻ ക്രൂശിൻ മാർഗം നാം പിന്തുടരാ, അടിമത്വത്തിൻ ഘടനകളുടെ മേൽ വിജയം വരിച്ചിടണം. ഏറ്റവും പോപ്പുലറായ പാട്ടാണ്. ശരിക്കും മാത്രമല്ല, വരികൾക്ക് നല്ല ബലമുള്ള തീക്ഷ്ണമായ അർത്ഥമാണ്. അതായത് ക്രിസ്തുവിന്റെ സാക്ഷികളാകുന്നതിന്റെ കാലഘട്ടം നൽകുന്ന ചലഞ്ചസ്, വെല്ലുവിളികൾ ആ പാട്ടിലുണ്ട്. അത്രയ്ക്ക് പോപ്പുലറായ ഒരു പാട്ട്. ആനന്ദം ആനന്ദമേ എന്ന് പറയുന്ന വളരെ പോപ്പുലറായിട്ട് പാട്ടുണ്ടായിരുന്നു. അയ്യോ, വളരെ എനിക്ക് തോന്നുന്നു ഒരു 75 വർഷമെങ്കിലും പഴക്കമുണ്ടായിരുന്നു അതിന്റെ. ആനന്ദമാനന്ദമേ ക്രിസ്ത്യ ജീവിതമാനന്ദമേ, ആനന്ദമാനന്ദമേ ഇതു സൗഭാഗ്യ ജീവിതമേ. ഞാൻ ഈ പാട്ട് പാടുമ്പോഴേ ഒരു കാര്യം ഓർക്കുന്നത്, ആനന്ദം 75 വർഷം മുമ്പ് എഴുതണമെങ്കിൽ അന്നത്തെ ദാരിദ്ര്യവും ഇല്ലായ്മയും ഒക്കെ കാലഘട്ടത്തിൽ അന്ന് അവര് വിശ്വാസികൾ സമൂഹം ഏറ്റെടുത്ത് പാടും ആനന്ദം, ക്രിസ്തീയ ജീവിതം ആനന്ദമേ. ഇല്ലായ്മയിൽ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു വലിയ പ്രത്യാശ അവരിലുണ്ടായിരുന്നു. ജീവന്റെ ഉറവിടം ക്രിസ്തു അത്ര എന്നുള്ള പാട്ടുണ്ട്. ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനാൽ അവനെ നാം ഘോഷിക്കാം, അവനത്രേ എൻ പാപഹരൻ, തൻ ജീവനാൽ എന്നെയും വീണ്ടെടുത്തു. സാറേ, ഞാൻ ചില പാട്ടുകാരെ കൂടെ എഴുത്തുകാരെ കൂടെ ഓർമ്മ സമയത്ത് പി.ഡി. സാറിന്റെ പാട്ട് ഒരു കാലഘട്ടത്തിന്റെ പാട്ടുകളാണ്. അതെ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ എന്നുള്ള പാട്ട്. പ്രൊഫസർ സാറേ, ഈ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്തെ പാട്ടുകളാണ്. മാരാമനുഷ്യന്റെ പാട്ടിന് പോകുമ്പോൾ പറയാൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം. ഇതാരെഴുതുന്നത് നമുക്കൊന്നും അറിയില്ല, പക്ഷെ ആ പാട്ട് എത്രമാത്രം എൻ്റെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഈ പാട്ട് അത് കരഞ്ഞോണ്ടാ പാടുന്നത്. എന്തിനാ ഒരുപാട് പാട്ട്, ഒറ്റ പാട്ട് പോലെ അല്ല പറയണ, പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ, സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. അടുത്ത വരികള് കേൾക്കണേയും പ്രാർത്ഥന എന്നുള്ളത് സാറി ട്യൂൺ ചെയ്തതുപോലല്ലേ ഇപ്പൊ പല കമ്പനി പാടുന്നത്. അതായത് ഇത് ആയിരക്കണക്കിന് വീടുകളുടെ കുടുംബ പ്രാർത്ഥനകൾ ഇത് കരഞ്ഞോട് പാടുകയാണ്. നമ്മുടെ ആ കാലത്തെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ പാടുകയാണ്. അപ്പോൾ മാരാമൻ കൺവെൻഷൻ ഉണ്ടായ ഒരു പാട്ട് എത്ര കുടുംബങ്ങളെയാണ് ആത്മീയമായി ബന്ധപ്പെടുന്നത് ഞാൻ ഓർക്കും. അപ്പോൾ ഒരു പാട്ടിന് ജീവൻ ഉണ്ടാകുന്നതിന് ഒരു കൺവെൻഷൻ വഹിക്കുന്ന പങ്ക്. അതെ, തീർച്ചയായും. അതുപോലെ സാറിന്റെ പാട്ട് എല്ലാം അങ്ങേ മഹത്വത്തിനായി സാറിന്റെ പാട്ടല്ലേ, ഒന്ന് പാടുകാറ്. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടണമേ പ്രിയനേ, തിരുനാമമുയർന്നിടട്ടെ. പാട്ടുകൾ ഓർക്കാനാണെങ്കിൽ അനവധിയുണ്ട് സാറേ. ഉണർവിൻ വരൽ ലഭിപ്പാനുള്ള പാട്ടില്ലേ, ഞങ്ങൾ വരുന്നു തിരുസഭ. ആ പാട്ടുകളൊക്കെ നൽകുന്ന ഒരു ഉണർവ് സാർ. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഒരു പാട്ട് ഒരു എഴുതാൻ എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അവകാശമില്ലെന്നാ പിന്നെ ആ പാട്ട് എഴുതുന്നതിന് മുമ്പ് അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുന്നതല്ലാതെ ഇത് കഴിഞ്ഞ് ജനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ജനങ്ങളുടെ സ്വന്തമായിട്ട് മാറുക. അതുകൊണ്ടായിരിക്കും പക്ഷെ പറയുന്നത് കലാകാരൻ പൊതുസ്വത്താണ്, വ്യക്തി ഒരു കുടുംബത്തിന്റെ അല്ല. കലാകാരൻ പുതിയ തിയറി പറയാൻ സാറേ എഴുത്തുകാരുടെ മരണമെന്നാ പറയുന്നത്. അത് കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ കോണ്ടെക്സ്റ്റിലായിരുന്നു പാടുന്നത്, അവരവരുടെ അനുഭവങ്ങളാണ് പാടുന്നത്. ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ, നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ, നാഥാ നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളൂ അനുഗ്രഹിക്കൂ.
ഇടയ്ക്കൊരു കാര്യം പറയട്ടെ സാറേ, ഈ മാരാമകൃഷ്ണന്റെ പാട്ടുകൾ എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ഈ അനുതാപം എന്ന് പറയുന്നത് ഭാവം. ഇത്തരം പാട്ടുകൾ ഇപ്പം നമ്മുടെ മനസ്സിനകത്തുള്ളൊരു മെലോഡിയസ് ആയിട്ടുള്ളൊരു ആത്മീയ ബോധ്യമുണ്ട് ഇങ്ങനെ പാട്ടുകളുടെ ഒരു ആർദ്രത. അപ്പോൾ ഈ ബഹള പാട്ടുകളുടെ അത്തരം കുറേ പാട്ടുകളുണ്ട്, പ്രധാനമായും സാജനച്ചൻ്റെ. അയ്യോ, ഞാനത് പറയുമ്പോൾ വരും എൻ്റെ മനസ്സിൽ. അതായത് കനിവേറും സ്നേഹപിതാവേ എന്നുള്ള പാട്ട് പരാമർശിക്കാതെ മാരാമകൃഷ്ണന്റെ ചരിത്രമില്ല, പാട്ടുകളുടെ ചരിത്രം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ പാടാം അല്ലേ? പാടാം. കനിവേറും സ്നേഹപിതാവേ നിൻ തിരുസന്നിധി തേടി വരുന്നു, അനുതാപമുതിരുന്ന ഹൃദയവുമായി അകതാരിലപരാധബോധവുമായി കനിവേറും സ്നേഹപിതാവേ. സാറേ, ഇപ്പോഴും ആ പാട്ടുകൾ പല ക്രൈസ്തവ സമൂഹങ്ങൾ അവരുടെ പാട്ടുകളായിട്ടാണ് പാടുന്നത്. അപ്പം അതായത് മാർത്തോമാ സഭയുടെ കൺവെൻഷൻ മാരാമകൃഷ്ണൻ പാട്ടെന്നുള്ളതല്ല, ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലോട്ട് ഇറങ്ങി ചെല്ലുന്ന പാട്ടുകൾ. സാജനച്ചൻ്റെ പാട്ട് ഓർപ്പിച്ച മറ്റൊരു പാട്ട് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്, അതുകൊണ്ട് പാടിയില്ലെങ്കിൽ അല്ലേ? പാടുകാർ. അന്യരിൽ ഞാൻ നന്മ കാണാൻ തുറന്ന മനസ്സെനിക്കേകുക, എന്നിലെ ഇല്ലായ്മ കാണാൻ ആത്മദർശനമേകുക, ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ, വിനയമുള്ളൊരു ഹൃദയമെന്നിൽ പകർന്നിടേണമേ ദൈവമേ, അനുദിനം തവ ഭാവമെന്നിൽ വിളർന്നിടാൻ കൃപയേകിടൂ. സാറേ, ഇല്ലായ്മ തിരിച്ചറിയാൻ അച്ഛൻ്റെ വരികൾ ഭയങ്കരമാണ്. ശരിക്കും ആഴത്തിൽ വ്യക്തിപരമായി നമ്മളെ സ്വാധീനിക്കും. അച്ഛൻ്റെ അനുഭവമാണെങ്കിലും അത് പാടി വരുമ്പോൾ നമ്മുടെയും ജീവിതാനുഭവമായി. ഈ വൈവിധ്യമാർന്ന കാറ്റഗറി ബൈബിളിലെ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഇപ്പം നമ്മൾ ഈ അനുതാപം പറഞ്ഞ പോലെ തന്നെ സാക്ഷ്യം, സഹനം, സഭ, കൂട്ടായ്മ, അങ്ങനെയൊക്കെ പറയുന്ന പല പാട്ടുകളുണ്ട്. പൊതുസമൂഹത്തിലുള്ള ക്രൈസ്തവ സമൂഹത്തിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്ന പാട്ട്, ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്ന പാട്ട്, സത്യത്തിൻ്റെ പാതയിൽ നിന്നുള്ള പാട്ട്, അതൊന്ന് പാടിക്കുക സാറേ. സത്യത്തിന്റെ പാതയിൽ സ്നേഹത്തിൻ കൊടിയുമായി സാക്ഷികൾ സമൂഹമേ മുൻ. അതായത് സാറേ, ഒരു സൊസൈറ്റിയിൽ സമൂഹത്തിൽ ചെയ്യേണ്ട ക്രൈസ്തവ സാക്ഷ്യത്തെക്കുറിച്ചുള്ള പാട്ടാണ്. നമ്മളെ ഊർജം പകരുന്ന പാട്ടാണ്. അത് ശരിക്കും ജാതി മതഭേദം എന്നെ ഏറ്റെടുത്തൊരു പാട്ടാണ്. ഞാൻ പലയിടത്തും അത്തരം പാട്ടുകൾ സഭ വ്യത്യാസമില്ലാതെ, എനിക്കൊന്നിത് മർദ്ദമക്കാരെ കൈക്കുള്ളിൽ മറ്റ് സഭക്കാരായത്. തീർച്ചയായിട്ടും ഈ നമ്മുടെ നേരത്തെ ഒരു പാട്ടൊരു കവി എഴുതി കഴിഞ്ഞാൽ ആ പാട്ടിന്റെ അവകാശം അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ ഒരു സഭ ഒരു പാട്ട് പുറത്തിറക്കിയാൽ അതോടുകൂടി സഭയ്ക്കും അതിനുള്ള അവകാശം ഇല്ലാതാവുകയാണ്. പിന്നീട് അത് ക്രൈസ്തവ പൊതുസമൂഹത്തിന്റെയും സ്വത്തായിട്ട് ആ പാട്ടുകൾ മാറുന്നു. കൺവെൻഷന്റെ ഓരോ ഗാനങ്ങളും മുമ്പോട്ട് വെക്കുന്ന അങ്ങനെയാകണം സാറേ. ഇപ്പം തന്നെ നമ്മളൊക്കെ പാട്ടുകൾ പാടി എഴുതുകയൊക്കെ ചെയ്യുമ്പം നമ്മുടെയൊക്കെ പാട്ടുകൾ പലയിടത്ത് പാട്ടുമ്പോൾ നമ്മളെ അവരൊന്നും അറിയുന്നുമില്ല. അങ്ങനെ ശഠിക്കുകയും വേണ്ട. ഈ പാട്ടുകൾ ഒരു പൊതുസ്വത്താണ്, അത് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. ഈ എല്ലാ പാട്ടുകളും ഉദാഹരണമായിട്ട് പുതിയ പല എഴുത്തുകാരുടെ പാട്ടുകൾ, ഇപ്പോൾ ഷാജി തമ്പിയുടെ പാട്ടുകൾ, സാറിൻ്റെ ഓർമ്മയുണ്ടോ ഷാജി സാറിൻ്റെ പാട്ടുകൾ? കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ പ്രതിഫലം ലഭിച്ചിടും നിശ്ചയമായി, അനുതാപമോടെ യാചിച്ചാൽ പ്രതിഫലമരുളിടും നിശ്ചയമായി. പുതുതലമുറ എഴുത്തുകാരാ സാറേ, നല്ല മനോഹരമായി എഴുതുന്ന പാട്ടാണ്. പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ഒരുപാട് പാട്ട് അദ്ദേഹത്തിൻ്റെ സർവനാഥ നീയില്ലാതെയില്ല എൻ ജീവനിൽ നന്മകളൊന്നും, നിന്നെ പിരിഞ്ഞാൽ പിന്നെന്നിലെന്ത്, നീ തന്നെയാണെൻ്റെ സർവസ്വവും.
സാറേ അതുപോലെ നമ്മൾ ഈ ചില പാട്ടുകാരെ കൂടെ ഓർമ്മപ്പെടുത്തി പോകുന്നത് അവരുടെ ധാരാളം പാട്ടുണ്ട്. പക്ഷേ അവരുടെ വളരെ പ്രധാനപ്പെട്ട ചില പാട്ടുകളാണ്. പ്രാർത്ഥനയ്ക്കായി തിരുമുൻപിൽ എന്ന പാട്ട് നൈനാൻ പൊന്നുവേൽ സാറിൻ്റെ പാട്ടാണ്. അനവധി പാട്ടിലിട്ടുള്ള ആളാണ് സാർ. വ്യത്യസ്തമായ ഡിഫറെൻ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഏകദേശം 65ഓളം പാട്ടുകൾ മാരാമൺ കൺവെൻഷനിൽ അദ്ദേഹത്തിൻ്റെതായിട്ട് വന്നിട്ടുണ്ട്. നൈനാൻ പൊന്നുവേൽ സാറിന്റെ നമ്മൾ ഈ എണ്ണം വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തോളം എണ്ണം മാരാമൺ കൺവെൻഷനിൽ പാട്ടുകൾ എഴുതിയ മറ്റൊരാൾ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. മനോഹരമായ പാട്ടുകളുമാണ്. ആ പാട്ടുകൾ 65 എഴുതിയെന്ന് മാത്രമല്ല, ആ 65 പാട്ടുകളിൽ ഏറ്റവും ഭൂരിപക്ഷം പാട്ടുകളും ജനപ്രിയ ഗാനങ്ങളായി മാറുകയും ചെയ്തു. ഒരു ജനപ്രിയ അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രത്യേകത. പ്രാർത്ഥനയ്ക്കായി തിരുമുൻപിൽ 4 വരി പാടാം സാറേ. പ്രാർത്ഥനയ്ക്കായി തിരുമുൻപിൽ കൈവണങ്ങും നടിയാ തിരുഹിതം പോൽ യാചിപ്പാൻ വരം താ പരമപിതാ അനുഗ്രഹദായകനേ. എന്ത് മനോഹരമായ വരികളാണ്.